നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരേ ഒരു രാത്രി കൊണ്ട് ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി മറിയാൻ കെൽപ്പുള്ള ഗ്രാമ്പു ഉപയോഗിച്ച ഒരു താന്ത്രിക മാർഗത്തെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ പ്രതിപാദിക്കാനായി പോകുന്നത്. വളരെയേറെ ലളിതവും അതേപോലെ വളരെയേറെ പവർഫുള്ളും ഗുണകരവുമായ ഒരു മാർഗമാണെന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ ഒരു കാര്യം നമ്മൾ ഏത് മനുഷ്യർ ചെയ്യുന്നു, ആ ചെയ്യുന്നതിലൂടെ സാമ്പത്തിക നേട്ടവും ജീവിത വിജയവും വ്യക്തിക്ക് വന്നു ചേരുന്നതാണ്. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെയേറെ ശുദ്ധിയോടും വൃത്തിയോടും അതിലുപരി വിശ്വാസത്തോടും ചെയ്താൽ മാത്രമേ ഇതിലൂടെയുള്ള ഗുണകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. ജ്യോതിഷശാസ്ത്രത്തിൽ ഗ്രാമ്പു ഉപയോഗിച്ച് ചെയ്യുന്ന ധാരാളം പരിഹാരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏതൊക്കെ രീതിയിലാണ് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നത്, ധാരാളം കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ എന്നിവ കൊണ്ട് വലയുന്ന ആളുകൾ, അവയിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടാനായി ഈ പറയാൻ പോകുന്ന മാർഗം പരീക്ഷിക്കാവുന്നതാണ്. നമ്മളൊരു പ്രതിസന്ധി ഘട്ടത്തിൽ പെട്ടിരിക്കുകയാണ്. ഏതെല്ലാം രീതിയിൽ ശ്രമങ്ങൾ നടത്തിയിട്ടും അതിനൊന്നും ഒരു ഫലം കാണുന്നില്ല. അടിക്കടി ദുരിതവും ദുഃഖവും സാമ്പത്തിക പ്രയാസങ്ങളും കടങ്ങൾക്ക് മേളിൽ കടങ്ങളും മാത്രമായിട്ട് ജീവിതം മാറി മറിഞ്ഞിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. എന്നാൽ ഇവിടെ ജീവിതത്തിലേക്ക് വളരെയധികം ധനവരവ് ഉണ്ടാകാനും ഒരു ജോലി, സ്ഥിര വരുമാനത്തോടു കൂടിയുള്ള ഒരു ജോലി ലഭിക്കുവാനും നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടണമെങ്കിലും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം അത്യാവശ്യമാണ്. അപ്പോൾ ഈ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ അത് വളരെയേറെ കൃത്യവും ശുദ്ധിയോടുകൂടിയും വൃത്തിയോടുകൂടിയും ഭക്തിയോടുകൂടിയും വിശ്വാസത്തോടു കൂടിയും നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ ലക്ഷ്മി ഭഗവതിയുടെ അനുഗ്രഹം നിങ്ങളുടെ ഗൃഹത്തിലേക്ക് എത്തിച്ചേരുമെന്നതിൽ സംശയം വേണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം പൂർണ്ണമായി എത്തിക്കഴിഞ്ഞാൽ സകലവിധ കഷ്ടതകൾക്കുമുള്ള അവസാനമാകുന്നതാണ്. ഇവിടെ ഈ പറയാൻ പോകുന്ന ഗ്രാമ്പുകൾ വെച്ചുകൊണ്ടുള്ള ഒരു മാർഗം നിങ്ങൾ ഈ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സമസ്ത മേഖലകളിലുമുള്ള പ്രയാസങ്ങൾ മാറും. പക്ഷേ ശുദ്ധിയും വൃത്തിയും വേണം, അതിലുപരി വിശ്വാസവും ഉണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യുന്നതിലൂടെ പൂർണ്ണമായ ഒരു ഫലം നിങ്ങൾക്ക് വന്നു എന്ന് നിങ്ങൾക്ക് സ്വയമേവ സാക്ഷ്യപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ഗ്രാമ്പു പരിഹാരം ചെയ്തത് വഴി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലക്ഷ്മി ഭഗവതിയുടെ അനുഗ്രഹം വന്നു ചേരും, ഗൃഹത്തിലേക്ക് വന്നു ചേരും. ഗൃഹത്തിലുള്ള അംഗങ്ങൾക്കും ഐശ്വര്യം വന്നു ഭവിക്കുന്നതാണ്. ഒരാൾ ചെയ്താൽ മതിയാകും, ബാക്കിയുള്ള ആളുകൾക്ക് അതിൻ്റെ ഭാഗ്യം, ആ ഗൃഹത്തിൽ അതിനുള്ള ഭാഗ്യം വന്നു ചേരുന്നതാണ്. പെട്ടെന്നൊന്നും ഒരു വ്യക്തിക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വന്നു ചേരുകയില്ല. പക്ഷേ ലക്ഷ്മി ദേവി അനുഗ്രഹിച്ചാലോ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാവിധ കാര്യങ്ങളും ഭഗവതി അമ്മ മഹാമായ നമ്മളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ ആ കർമ്മം, ഗ്രാമ്പുകളിലുള്ള ആ ഒരു കർമ്മം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്കറിയുന്നതാണ് ദേവിക്കേറെ പ്രിയമുള്ള, അതായത് ഓരോ ദേവന്മാർക്കും പ്രിയമേറിയ ദിനങ്ങൾ ഓരോന്നാണ്. ഇവിടെ ദേവിമാർക്ക് ഏറ്റവും പ്രിയമുള്ള ദിനങ്ങളാണ് വെള്ളി, ചൊവ്വ. അപ്പോൾ നമ്മൾക്കിവിടെ വെള്ളിയാഴ്ച ദിവസമാണ് ഇതിനായി തിരഞ്ഞെടുക്കേണ്ടത്. വെള്ളിയാഴ്ച ദിവസം സന്ധ്യയ്ക്ക് നമ്മൾ ഗൃഹത്തിൽ വിളക്ക് തെളിയിക്കുമ്പോൾ ലക്ഷ്മി ദേവിയുടെ ചിത്രമുണ്ടല്ലോ വീട്ടിൽ, ലക്ഷ്മി ദേവിയുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിയിക്കണം. ശേഷം വേണ്ടത് നമുക്കൊരു തുളസി വേണം. അതേപോലെ പുഷ്പങ്ങളെല്ലാം ലക്ഷ്മി ദേവിയുടെ ചിത്രത്തിന് മുന്നിൽ വെക്കുക. തുളസി നമ്മൾ എന്നും വെക്കുന്നതാണ്, തുളസിയില വെക്കാറുണ്ട്, തെറ്റിപ്പൂ വെക്കാറുണ്ട്. അങ്ങനെയുള്ള പുഷ്പങ്ങളാൽ എല്ലാം അലങ്കരിച്ചാണ് ഏവരും വിളക്ക് തെളിയിക്കുന്നത്. അതൊക്കെ വെക്കുക. അപ്പോൾ നമുക്കിവിടെ പ്രധാനമായി വേണ്ടുന്ന മറ്റൊരു പുഷ്പമാണ് റോസാപുഷ്പം. ദേവിക്ക് ഏറ്റവും ഇഷ്ടമാണ് റോസാപുഷ്പം. റോസാപുഷ്പം കൊണ്ടുള്ള ഹാരമൊക്കെ ദേവി വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ്. ചുവന്ന പുഷ്പങ്ങൾ ദേവിക്ക് വളരെയേറെ പ്രിയമാണ്. നമുക്കിവിടെ വേണ്ടുന്നത് ഒരു റോസാപ്പൂവാണ്. അപ്പോൾ റോസാപ്പൂവോടൊപ്പം തന്നെ 5 ഗ്രാമ്പുവും വേണം. അപ്പോൾ ഈ റോസാപ്പൂവിൽ 5 ഗ്രാമ്പു വെച്ചതിന് ശേഷം നമ്മളിത് ദേവിയുടെ ചിത്രത്തിന് മുന്നിലായി സമർപ്പിക്കണം. അതിനുശേഷം നമ്മൾ ദേവിയെ മനസ്സിൽ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. അതായത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാവിധ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അമ്മ മഹാമായ പരിഹരിച്ച് തരണമെന്ന് അപേക്ഷിക്കണം. മനസ്സറിഞ്ഞ് അല്പം കരഞ്ഞുകൊണ്ടാണെങ്കിൽ പോലും സാരമില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണീര് വരാറുണ്ട്. നമ്മുടെ മനസ്സൊരുങ്ങി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ ഇവിടെ അമ്മയോട് അപേക്ഷിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രയാസങ്ങളെയും മാറ്റി ഒരു ശാശ്വത പരിഹാരം, അല്പം സമ്പത്ത്, മാറ്റങ്ങൾ, ഒരു നേട്ടം, ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം, ഇതൊക്കെ തന്ന് അനുഗ്രഹിക്കണേ ലക്ഷ്മി ദേവി ഭഗവതി അമ്മ മഹാമായെ എന്ന് പ്രാർത്ഥിക്കുക, ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുക. ഇത് തുടർച്ചയായിട്ട് ഒരു 5 വെള്ളിയാഴ്ചകളിൽ ഇങ്ങനെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം കുറച്ച് സമയം ഈ ഗ്രാമ്പു ദേവിയുടെ ചിത്രത്തിന് മുന്നിൽ തന്നെ വയ്ക്കുക. പിന്നീട് അതൊരു വൃത്തിയുള്ള
ടിന്നിലിട്ട് സൂക്ഷിച്ച് പൂജാമുറിക്ക് സമീപത്ത് തന്നെ നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത സംശയം ഈ റോസാപ്പൂവ് എന്ത് ചെയ്യുമെന്നാണ്. അതും അവിടെ ഇരിക്കട്ടെ. പിറ്റേ ദിവസം ഈ റോസാ പുഷ്പം ഒഴുക്കുള്ള വെള്ളത്തിൽ ഒഴുക്കി കളയണം. അപ്പോൾ ഒഴുക്കുള്ള വെള്ളം അടുത്തില്ലെങ്കിൽ കാൽപ്പെടാത്ത ഭാഗത്ത് വേണം ഇത് ഉപേക്ഷിക്കാൻ. ആരും ചവിട്ടി അലക്ഷ്യപ്പെടുത്താൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ചെയ്യുന്ന ആൾക്കായിരിക്കും ഇതിൻ്റെ ദോഷം വന്നു ചേരുന്നത്. അപ്പോൾ ഈ ഗ്രാമ്പു നമ്മൾ ശുദ്ധിയുള്ള ഒരു ടിന്നിലിട്ട് പൂജാമുറിയിൽ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. പിറ്റേ നമ്മൾ ഈ റോസാ പുഷ്പത്തെ ഒഴുക്കുള്ള ജലത്തിൽ ഒഴുക്കുന്നു, അല്ലെങ്കിൽ ആരും കാല് തൊട്ട് അശുദ്ധിയാക്കാത്ത ഒരു സ്ഥലത്ത് ഉപേക്ഷിക്കുന്നു. ഇങ്ങനെ അടുത്ത വെള്ളിയാഴ്ചയും ഇതേപോലെ തുടർന്നു പോക്കുക. അങ്ങനെ നമ്മൾ തുടർന്ന് പോകേണ്ടതാണ്. ഇത് തുടർച്ചയായി 5 വെള്ളിയാഴ്ചകളിൽ ഇങ്ങനെ ചെയ്യുക. അതേപോലെ റോസാപുഷ്പത്തെ എടുത്ത് പിറ്റേ ദിവസം ഒഴുക്കുവെള്ളത്തിൽ ഉപേക്ഷിക്കുക. അതേപോലെ ഗ്രാമ്പൂ 5 ഒരു ടിന്നിലിട്ട് സൂക്ഷിച്ചു വെക്കുക. ഒരു ജാറ്, ഇത് നിങ്ങൾക്കത് നല്ല ശുദ്ധിയുള്ള ഒരു ജാറായിരിക്കണം എന്ന് മാത്രം. എന്നിട്ട് പൂജാമുറിയിൽ തന്നെ വെക്കുക. റോസാപുഷ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. പിറ്റേ ദിവസം ഇത് ഒഴുക്കുവെള്ളത്തിൽ ഒഴുകിക്കളയുക, അല്ലെങ്കിൽ ആരുടെയും കാൽ തൊട്ട് ചവിട്ടി അലക്ഷ്യമാകാത്ത ഒരു സ്ഥലത്തായി ഉപേക്ഷിക്കുക. ഇങ്ങനെ 5 വെള്ളിയാഴ്ച ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ 25 ഗ്രാമ്പൂ ഉണ്ടാകും. അപ്പോൾ ഇതിനെ ഇനി ചെയ്യേണ്ടത്, ഇത് നിങ്ങൾ ഒരു മഞ്ഞ തുണിയിൽ കിഴി പോലെ കെട്ടണം. അതാരും കാണാതെ കിഴി പോലെ കെട്ടി നിങ്ങളുടെ പണം സൂക്ഷിക്കുന്ന അലമാരയിൽ വയ്ക്കുക. ഇത്രയും ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു സംശയം ഉണ്ടാകും, ഈ 5 ആഴ്ചകൾക്ക് ഇടയിൽ എപ്പോഴെങ്കിലും ഒന്ന് മുടക്കം സംഭവിച്ചാൽ എന്ത് പറ്റുമെന്നത്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. ഒരു പ്രശ്നവുമില്ല. തുടർന്ന് വരുന്ന വെള്ളിയാഴ്ചകളിൽ ഇതുപോലെ ചെയ്താൽ മതിയാവും. അങ്ങനെ 25 ഗ്രാമ്പു നമ്മളുടെ കയ്യിലുണ്ടാകും. അതൊരു മഞ്ഞ തുണിയിൽ കിഴികെട്ടി ആരും കാണാതെ നമ്മളുടെ അലമാരയിൽ സൂക്ഷിച്ചു വയ്ക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ധനപരമായ പ്രശ്നങ്ങൾക്ക് ഒരവസാനമുണ്ടാകും. ഇത് ചെയ്യുമ്പോൾ അമ്മ മഹാമായയോട് നമ്മുടെ ദുഃഖങ്ങൾ മാറാൻ വേണ്ടി എനിക്ക് ഏറ്റവും അവസാനം കിട്ടിയൊരു കച്ചിത്തുരുമ്പാണിത്. ഇതിലൂടെ എൻ്റെ ദുഃഖങ്ങൾക്ക് പരിഹാരമുണ്ടാകണം, എൻ്റെ എല്ലാവിധ പ്രയാസങ്ങളും മാറണം എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തോടെ ചെയ്യണം. നമ്മൾ ഏതൊരു പ്രവൃത്തിയായാലും, അതായത് ഒരു പച്ചവെള്ളം, ഒരു സ്പൂൺ പച്ചവെള്ളം എടുത്ത് ഒരു മരുന്നാന്ന് പറഞ്ഞു തരുമ്പോൾ അത് നമ്മൾ വിശ്വാസത്തോടെ കുടിച്ചാൽ ഏത് വലിയ അസുഖവും ചിലപ്പോൾ മാറും. അതായത് പറയുന്നത് വിശ്വാസത്തോടെ കഴിച്ചാൽ മതിയെന്ന്. പക്ഷേ ചില മരുന്നുകൾ നമ്മൾ വിശ്വാസമില്ല, ഇത് കഴിച്ചാൽ എനിക്കൊരു മാറ്റവും വരില്ല എന്ന് പറഞ്ഞാൽ കഴിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് മാറ്റവും വരില്ല. അപ്പോൾ ഒരു പച്ചവെള്ളമാണെങ്കിൽ പോലും വിശ്വാസത്തോടെ കൂടി കഴിച്ചാൽ അത് അമൃതിൻ്റേതായ ഫലം നൽകുന്നതാണ്. ഇവിടെയും അതുപോലെ തന്നെയാണ്. നമ്മൾ വിശ്വാസത്തോടു കൂടി, നമ്മൾ നടക്കുമോ നടക്കില്ലേ എന്നൊരു അങ്കലാപ്പോടു കൂടിയല്ല, വിശ്വാസത്തോടെ, അമ്മയിൽ വിശ്വാസത്തോടു കൂടി നമ്മൾ ചെയ്യുക. ഈ റോസാപുഷ്പം ആരുടെയും കാൽപ്പെടാതിരിക്കാനായിട്ട് അത് ശ്രദ്ധിക്കണം. ആരും ചവിട്ടുന്നിടത്തൊന്നും കൊണ്ടുപോയി കളയരുത്. അതുകൊണ്ട് തന്നെയാണ് ഒഴുക്കുവെള്ളത്തിൽ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ധനത്തിൻ്റെ മാർഗത്തിൽ ധനാഭിവൃദ്ധിയായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കിഴികെട്ടിയ ഗ്രാമ്പു 6 മാസം കൂടുമ്പോൾ ഒഴുക്കി കളയാനും ശ്രദ്ധിക്കണം. അത് അവിടെ വെച്ചതിന് ശേഷം ഒരു 6 മാസമൊക്കെ ആകുമ്പോൾ അതിനെ ഒഴുക്കി കളയുക. അപ്പോൾ ഇവിടെ ഈ 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് സാമ്പത്തികമായി ഒരു മാറ്റമൊക്കെ ഉണ്ടായി എന്ന് തോന്നുന്നെങ്കിൽ ഇത് നിങ്ങൾക്ക് വീണ്ടും തുടർന്നിങ്ങനെ ചെയ്യാവുന്നതാണ്. തുടരുമ്പോൾ വെള്ളിയാഴ്ചയിൽ തന്നെ തുടരാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ നിന്നൊരു മാറ്റം കിട്ടി എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മുടെ അലമാരയിൽ കൊണ്ടുവച്ച ആ ഗ്രാമ്പു 6 മാസം കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം, സാമ്പത്തികമായ ഒരു മേന്മ നിങ്ങൾക്ക് വന്നു എന്ന് നിങ്ങൾക്ക് സ്വയമേവ ഉറപ്പ് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇത് തുടരാവുന്നതാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വിശ്വാസം വേണം, ശുദ്ധി വേണം, വൃത്തി വേണം. ഇതോടുകൂടി ചെയ്താൽ മാത്രമേ ലക്ഷ്മി ദേവിയുടെ ഫലം ഒരു അനുഗ്രഹം കിട്ടൂ. അല്ലെങ്കിൽ നെഗറ്റീവ് ദോഷങ്ങളായിരിക്കും വന്നു ചേരുക. അതുകൊണ്ടാണ് വീണ്ടും 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 പറഞ്ഞത്, ശുദ്ധിയോടുകൂടിയും വൃത്തിയോടുകൂടിയും വിശ്വാസത്തോടും ചെയ്താൽ മാത്രമേ പോസിറ്റീവ് ഫലങ്ങൾ കിട്ടൂ, അല്ലെങ്കിൽ നെഗറ്റീവ് ഫലങ്ങളായിരിക്കും ലഭിക്കുന്നതെന്ന്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ, ഒരു തവണ ചെയ്തു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായ ഒരു മാറ്റം വന്നു, ഒരു 6 മാസത്തിനുള്ളിൽ ഒരു മാറ്റം വന്നു എന്ന് ഉറപ്പായാൽ മാത്രം വീണ്ടും തുടർന്നാൽ മതിയാകും. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി.